2006 ഡിസംബറിലെ ഒരു തണുത്ത സുപ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിതയാത്ര ആരംഭിച്ചു. എന്നാൽ ജീവിത പ്രയാസങ്ങൾ ഞങ്ങളെ രണ്ട് സ്ഥലത്തായി വേർപെടുത്തി നിർത്തി. 2 വർഷത്തിനു ശേഷം ഞങ്ങൾക്കൊരു ഓമന പെൺകുഞ്ഞിനെ ദൈവം സമ്മാനിച്ചു. വീണ്ടും ജീവിതം ഇണക്കവും പിണക്കവും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് സുന്ദരനായ ഒരു ആൺകുഞ്ഞ് പിറന്നു. മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നി ജീവിതം വീണ്ടും മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവരെ നൃത്തം പഠിപ്പിച്ചു. മകനും മകളും വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം 4 പേരായി വികസിച്ചു. അങ്ങനെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തമായി സ്ഥലം വാങ്ങി ഒരു വീട് വെക്കാൻ സാധിച്ചത്. ആരുടെയും സഹായമില്ലാതെ നിർമ്മിച്ച ഞങ്ങളുടെ വീടിന്റെ ഗൃഹപ്രവേശം 2019 നടത്താൻ സാധിച്ചു. ജീവിതം വീണ്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും അവൾ ഗർഭിണിയായി. അതിസുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ 9 വർഷത്തിന് ശേഷം അവൾ പ്രസവിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 3 കുട്ടികളായി. അവൾ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരുന്നു. വീണ്ടും ഒരു കുഞ്ഞുണ്ടായതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ പിറവി പലർക്കും സന്തോഷത്തിന് പകരം സങ്കടമാണ് പ്രദാനം ചെയ്തത്. ഇതിലും നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് വരെ പറഞ്ഞ ബന്ധുക്കളുണ്ട്. ഈ വിമർശനങ്ങളെ ഒന്നും ഞങ്ങൾ മുഖവിലക്കെടുത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു, കരുപിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് മകൾ വലുതായി, മകൻ വലുതായി, ചെറിയ മകനും വളർന്നുകൊണ്ടിരിക്കുന്നു. ആരുടെയും വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ, മറുപടി കൊടുക്കാതെ ഞങ്ങൾ വീണ്ടും ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് തുണ ജഗദീശ്വരൻ മാത്രമാണ്. കഷ്ടപ്പാടും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞൊരു ജീവിതം തന്നെയാണ് ഞങ്ങളുടേത്. സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും ആരോടും ഞങ്ങൾ പറഞ്ഞില്ല. സ്വയം പരിഹാരം കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഒരുമിച്ചുള്ള യാത്ര 19 വർഷം പൂർത്തിയാക്കി വീണ്ടും ജഗദീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകുന്നു.